ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിച്ചു. KTPDS ആക്ട് പുനഃപരിശോധിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കമ്മീഷൻ അതാതു മാസം 5-ാം തീയതിക്കുള്ളിൽ ലഭ്യമാക്കുക, 10-ാം തീയതിക്കുള്ളിൽ ഭക്ഷ്യസാധനങ്ങൾ കടകളിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു രാജ്യത്ത് ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സാമൂഹ്യമായ സുരക്ഷിതത്വം, മനുഷ്യർക്ക് ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകാനാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്, ഗവൺമെന്റിന് ഉത്തരവാദിത്വവും ചുമതലയുള്ളത്. ആ ചുമതല കൃത്യമായി നിർവഹിക്കുക എന്നതിൽ നിന്ന് ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ പുറകോട്ട് പോകാൻ പാടില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം ഇപ്പോഴും വളരെ വളരെ പ്രയാസത്തിലും കഷ്ടതയിലും മനുഷ്യന്റെ ഭക്ഷ്യഭദ്രത പോലും പൂർണ്ണമായി ഉറപ്പുവരുത്താനാകാത്ത നിലയിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോഴും അതിലേക്ക് സഞ്ചരിക്കുന്നുള്ളൂ, പൂർണ്ണതയിലെത്തിയിട്ടില്ല. താലൂക്ക് പ്രസിഡന്റ് MH അബ്ദുൾ നസീർ അധ്യക്ഷനായി. K ജനാർദ്ദനൻ അനുശോചന പ്രമേയവും താലൂക്ക് സെക്രട്ടറി PA സേതുരാജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി T മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി A കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ V മണികണ്ഠൻ, CP ബാലചന്ദ്രൻ, K ബാലഗോപാൽ, പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് K അച്യുതൻകുട്ടി, സെക്രട്ടറി A പ്രേമചന്ദ്രൻ, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി P ഹംസ, K ഗോപിനാഥ്, പ്രദീപ്, സ്വരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. MH അബ്ദുൾ നസീറിനെ പ്രസിഡന്റായും PA സേതുരാജിനെ സെക്രട്ടറിയായും K ഗോപിനാഥിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.